എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. റെഡി? ധ്യാൻ ശ്രീനിവാസനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ധ്യാൻ, ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. വർഷങ്ങൾക്ക് ശേഷം തകർത്തോടുകയാണ്. അപ്പൊ ഈ പിന്നെ വേണു എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കൂത്തുപറമ്പുകാരനെ ഒരിക്കലും ധ്യാൻ എവിടെയും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനെ ഒരാളെ. അല്ലെങ്കിൽ മാറ്റണം. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാമ്പറപ്പ, ഇത്തിരി റഫാ താൻ അല്ലേടോ. അത് ഞാൻ ഒരു എന്റർടൈനർ ആക്കുക, അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് മൊത്തം ഒരു കോടി പേരിൽ കൂടുതലെങ്കിലും മിനിമം എല്ലാ കണ്ടന്റും എല്ലാ പ്ലാറ്റ്ഫോമിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തിയേറ്ററിൽ എത്താൻ സാധ്യതയുള്ള 2 മാസം കൊണ്ട് എത്താൻ സാധ്യതയുള്ള അത്രയും പേരിലേക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തു ഈ പടം. ആയിക്കോട്ടെ, നീ ആ കരഞ്ഞ സമയത്ത് നമുക്ക് കരച്ചിൽ വന്നു, എല്ലാം കണ്ണ് നിറഞ്ഞു. ആ ഫയർ പ്ലേസിന്റെ അവിടെയൊക്കെയുള്ള സിനിമ നിന്നുപോയി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരത് പറഞ്ഞപ്പോൾ, സിനിമയാണ് ഹൃദയം. ഭയങ്കരമായിട്ട് യങ് ഓഡിയൻസ് അല്ലെങ്കിൽ മിലനിയൽ കിഡ്സ്, ജെൻസി കിഡ്സിനിടയിൽ ഭയങ്കര ഓളം ഉണ്ടാക്കിയ സിനിമയാണ്. അതേ കുറച്ച് അതിൻ്റെ മുകളിലുള്ള പ്രായമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജിന് മുകളിലുള്ള ആൾക്കാർ പലർക്കും വർക്കാകാത്ത സിനിമ. ആ കൂട്ടത്തിലുള്ള ആളാണ്. കാരണം എനിക്കതൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു എറിയും പരിപാടി. കമ്മിങ് ഓഫ് ഏജ് ആയിട്ട് പോലും എനിക്ക് സെക്കൻഡ് ഹാഫ് ഒന്നും, ഞാൻ സെക്കൻഡ് ഹാഫ് കണ്ടിട്ടില്ല, ആർക്കായിട്ടില്ല. അപ്പോൾ സെക്കൻഡ് പപ്പയ്ക്ക് വിഷമാവത്തില്ലേ? ഈ സ്ഥലവും ഈ കഥയും പശ്ചാത്തലമായിട്ട് യാതൊരു കണക്റ്റും ഇല്ലാത്ത ഒരാൾ, കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് പോലും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിയാത്ത ഒരാൾ, അങ്ങനെ ഒരാൾ 2 വർഷത്തിന് ശേഷം ഒരു സിനിമയിൽ വന്നിട്ട് അഭിനയിക്കുമ്പോൾ അയാൾക്ക് എന്തുമാത്രം ഇതുണ്ടാവുന്നു. അപ്പം ഫ്രം ഹൃദയം ടു വർഷങ്ങൾക്ക് ശേഷം പ്രണവിന്റെ ഗ്രോത്ത് ആക്ച്വലി ഭയങ്കരമാണ്. ഒരു പടി അല്ലെങ്കിൽ ഒരു 2 പടി വേണം. ചിരി തന്നെയാണ് ആ സിനിമ. ഒരു പരിധി കഴിഞ്ഞാൽ ഈ ഡ്രൈനെസ് മാറി കിട്ടാൻ പിന്നെ ആളുകൾക്ക് ബ്രീത്ത് പോലെ റിലാക്സ് ചെയ്യണം. അപ്പോൾ ആ ചിരി, അല്ലെങ്കിൽ ആ ഒരു 10 മിനിറ്റ്, നിവിൻ വന്നു പോയ ഒരു 10 മിനിറ്റാണ് സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ ഏറ്റവും വലിയ ആശ്വാസവും ആ സിനിമേനെ ഒരു 2 പടി അല്ലെങ്കിൽ ഒരു 10 പടി മുകളിൽ കൊണ്ട് നിർത്തിയത്.